അസ്സലാമു അലൈക്കും. ഇത്താത്തയാണേ. എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മെസ്സേജ് വന്നു കേട്ടോ. അതായത് എനിക്ക് കൂടുതലും ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കൂടുതലും സ്ത്രീകളാണ് മെസ്സേജ് അയക്കാറുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടി മെസ്സേജ് അയച്ചത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഞാൻ പുതുതായിട്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഇത്താത്താന്നോണോ വിളിക്കേണ്ടത്, ആദ്യം തന്നെ അതാ ചോദിച്ചോട്ടോ മെസ്സേജിൽ എന്താണ് വിളിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പ്രായം ചോദിച്ചപ്പോൾ എൻ്റെ മകൻ്റെ പ്രായമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മകൻ്റെ പ്രായമാണ് എനിക്ക്, നീ എന്നെ ഉമ്മ എന്ന് വിളിച്ചോ എന്ന്. അപ്പോൾ ഇത് പറയാനൊരു കാരണമുണ്ട്. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചത്, ഞാൻ ഇപ്പോൾ പഠിക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇസ്ലാം മതത്തിലെ ഓരോ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എന്നോട് ചോദിച്ചൊരു കാര്യം എന്നുള്ളത്, ഞാൻ ഇസ്ലാം മതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് മുറുകെ പിടിക്കേണ്ടത്, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിത്യവും കൊണ്ടു നടക്കേണ്ടത് എന്താണ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത്, എനിക്ക് ഒരുപാട് അറിവൊന്നുമില്ല, എൻ്റെ ഈ ഒരു അറിവിൽ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നീ കൊണ്ടു നടക്കേണ്ട ഏറ്റവും വലിയ നന്മ എന്നുള്ളത് നിസ്കാരം നിലനിർത്തുകയും ഖുർആൻ പാരായണം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു പേജെങ്കിലും ഓതാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിനോടൊപ്പം നീ ചെയ്യേണ്ട ഒരു കാര്യം, നിൻ്റെ മാതാപിതാക്കളെ നീ ഇപ്പോൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ അതിലുപരി, അതായത് നീ ഇസ്ലാം മതത്തിലേക്ക് വരുന്നതിന് മുൻപാണെങ്കിലും ഇപ്പോഴാണെങ്കിലും സ്നേഹിക്കുന്നതിൽ ഉപരി നീ നിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുക. കാരണം ഇസ്ലാം മതത്തിലെ മാതാപിതാക്കൾക്കുള്ള സ്ഥാനം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എത്ര സ്വതക്ക നൽകിയാലും സക്കാത്ത് നൽകിയാലും എത്ര നന്മകൾ ചെയ്താലും നിസ്കരിച്ചാലും ഒക്കെ അള്ളാഹുവിങ്കിൽ സ്വീകരിക്കണമെങ്കിൽ അവൻ മാതാപിതാക്കളെ വെറുപ്പിക്കാത്ത, അവരുടെ ഒരു പൊരുത്തം കൂടി വാങ്ങിയ മക്കളായിരിക്കണം കേട്ടോ. ശരിക്കും മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കൾക്ക് അവരുടെ ദുആക്ക് പോലും ഇജാബത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. എൻ്റെ അമ്മയ്ക്ക് ഇതറിയോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്കറിയാം, സുബഹി നിസ്കരിക്കാനൊക്കെ ഞാൻ എഴുന്നേക്കുന്നത് അമ്മ കാണുന്നുണ്ട്, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുട്ടി എന്നോട് ചോദിച്ച കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ട കാര്യം, ഓരോ ദിവസവും നിസ്കരിക്കാത്ത അല്ലെങ്കിൽ പിന്നെ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു പേജെങ്കിലും ഖുർആൻ ഓതാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് സംസാരിക്കാത്ത ദിവസങ്ങളും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതുപോലെ മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ, 5 വഖത്ത് നിസ്കാരത്തിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു ദിവസങ്ങളും നമുക്കുണ്ടാവാൻ പാടില്ല. കാരണം മാതാപിതാക്കളുടെ പൊരുത്തമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിൽ കുറേ സ്വതക്കകൾ ചെയ്യുന്നതുകൊണ്ടും കുറേ പിന്നെ നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ പാരായണം, പക്ഷേ മാതാപിതാക്കളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ, അവരെ സ്നേഹിച്ചില്ലെങ്കിൽ ഇതൊന്നും സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ